അല്ലാഹു അല്ലാഹു അല്ലാഹു. കാവ്യരചനകളിൽ വളരെ പ്രസിദ്ധനാണ് കേരളത്തിന്റെ ഉമർ ഖയ്യാം എന്നറിയപ്പെടുന്ന ഇച്ഛ അബ്ദുൽ ഖാദിർ മസ്താൻ റഹിമഹുല്ലാ. ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്നതായി കാണാം. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കഴിക്കുകയും ധരിക്കുകയും നല്ലത് മാത്രം പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് എങ്ങനെയാ ഭ്രാന്തൻ എന്ന് വിളിക്കാലേ? റൂമിയെ പോലെ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രപഞ്ചത്തിൽ വിരിയുന്ന ആനന്ദം മുഴുവനും പ്രകീർത്തനത്തിന്റെ സംഗീതമാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയ പ്രണയ കാവ്യങ്ങൾക്ക് അസ്ഥിവാരമിടുകയും ചെയ്ത വലിയ മഹാനാണ് ഇച്ഛ. ഇച്ഛയുടെ സബഉൽ മഹാനി എന്നറിയപ്പെടുന്ന ബിരുദത്തിൽ നിന്നും അല്പം ഭാഗം മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സുഫിയാക്കളുടെ ഭാഷ അവരെ മനസ്സിലാക്കിയ കൽബ് കൊണ്ടല്ലാതെ ഗ്രഹിച്ചെടുക്കാനാവില്ല. കാരണം പ്രണയത്തിന്റെ ആൽമരച്ചില്ലുകൾ പറിച്ചെടുത്ത് ഷൗക്കിന്റെ മഷിക്കുപ്പിയിൽ മുക്കി എഴുതിയ വരികളാണവ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആമീന ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആമീന ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആമീന ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബാക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. കാരുണ്യക്കടലായ അല്ലാഹ്, അവന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് റഹ്മാനും റഹീമും. കരുണ മാത്രമല്ല അതിലുള്ളത്, നിർഭയത്വം കൂടിയാണ്. ആ നാമങ്ങൾക്ക് മുമ്പുള്ള വാതിന് പുള്ളിയോടൊപ്പം ഒരു വള്ളിയിട്ട് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അത് നമുക്ക് മദീന മുനവ്വറയിലെ പച്ചക്കുപ്പയായി നമുക്ക് കാണാം. കാരണം ആ നാമങ്ങളുടെ പരമമായ ലക്ഷ്യവും അങ്ങ് മദീനയിൽ തന്നെയാണ്. നബിയെ, അങ്ങേ നാം ഈ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പടച്ചിട്ടില്ല. ഇച്ഛയുടെ അടുത്ത വരികളിൽ അക്ഷരങ്ങളിലൂടെ പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മുഹമ്മദ് ഹബീബല്ലടി. ഇസ്മുൽ ഇസ്മാം മുഹമ്മദ് ഹബീബല്ലടി. ഇസ്മുൽ ഇസ്മാം മുഹമ്മദ് ഹബീബല്ലടി. ഇസ്മുൽ അഅ്ളമായ എന്ന അല്ലാഹ്, ഏറ്റവും ഉന്നതമായ ആ കലിമത്തിന് ശേഷം അല്ലാഹു ഉടനെ പ്രഖ്യാപിച്ചത് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ നാമമാണ്. ആ മുഹമ്മദുൻ റസൂലുള്ളാഹി അങ്ങ് മദീനയിൽ സർവാഡംബരങ്ങളോടെ വിരാജിക്കുന്നു എന്നാണ് മഹാനായ കവി വരികളിലൂടെ ഉദ്ദേശിച്ചത്. ഷജറിൽ നിണ്ട് നാലാറ് കൊമ്പുകളുണ്ട്. മീമെന്ന ഷജറിൽ നിണ്ട് നാലാറ് കൊമ്പുകളുണ്ട്. ഓ മീമിൽ വിരിഞ്ഞ കനിക്കായികളുണ്ട്. മീമിൽ
ശരീരം മീമെന്ന മുഹമ്മദിയത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അതെന്റെ റബ്ബിന്റെ ലിഖായിലേക്കുള്ള മിഅ്റാജിലാണ്. പക്ഷേ നൂൻ എന്ന നൂറിന്റെ മന്ത്രവാതിൽ തുറന്നിട്ടല്ലാതെ ആ ആകാശത്തിന്റെ നാഥനിലേക്ക് നിനക്കെത്താൻ സാധ്യമല്ല. ആ വാതിലിന്റെ താക്കോലാണ് നീ. എങ്ങനെയാ മീമെന്ന മുഹമ്മദിയത്തിൽ അലിഞ്ഞു ചേരുക? മുഹമ്മദിയത്തിനെ ചുംബിക്കാതെ ആർക്കാണ് ഇലാഹിയത്തിലേക്ക് എത്താൻ സാധ്യമാവുക? അതല്ലേ സൂഫി പ്രണയ കാവ്യങ്ങളിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൻസൂർ പുത്തനത്താണി അദ്ദേഹത്തിന്റെ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റെ ദാനുതല്ല. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം സർവാധിപതിയായ ഉള്ളുവിള്ളാതെ തൊള്ള തള്ളാതെ, ഉള്ളുവിള്ളാതെ തൊള്ള തള്ളാതെ, ചെള്ളുകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, ചെള്ളുകില്ലാത്ത കള്ളിന്റെ ഹരമുള്ളെങ്കിൽ, മസ്തുഹു കിസ്തെങ്കിൽ മച്ചമീം നെച്ചെങ്കിൽ, ഇല്ല അല്ലാഹ് അല്ലാതെ കുല്ലുവില തെല്ലും ഇല്ല വില, ഇല്ല കുല്ലുവില തെല്ലും ഇല്ല വില. എന്റെയൊന്നും എന്നെ നിഷേധിക്കണം എന്റെ അഥവാ ഞാനെന്ന മനുഷ്യനെ, ഞാനെന്ന നശ്വരതയെ അങ്ങനെയെല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കണം. തിന്മകൾ കൊണ്ടും കളവ് കൊണ്ടൊന്നും നിന്റെ കൽബിനെ നീ മലിനമാക്കി കളയരുത്. മലിനമായ ഹൃദയത്തിൽ നീ എങ്ങനെയാ നൂറിനെ സ്വീകരിക്കുക? ഒരു ദോഷവും ചെയ്യാതെ ഹൂ എന്ന ജലാലിയത്തിന്റെ ഇസ്മാണ് നിന്റെ ലഹരിയെങ്കിൽ, നിന്റെ ശരീരത്തിന്റെയും നിന്റെ റൂഹിന്റെയും മജ്ജ അത് മുഹമ്മദിയത്താണെങ്കിൽ, അല്ലാഹുവല്ലാത്ത ഈ ദുനിയാവിലുള്ള സർവ്വ സുഖങ്ങളിലും നിനക്കൊരാനന്ദവും ലഭിക്കില്ല. ആനന്ദം ഹൂ എന്ന പരമാനന്ദത്തിൽ മാത്രമാണ്. കന്നഡ കവി റാസിയുടെ വരികൾ നിങ്ങൾ നോക്കൂ. അല്ലാഹു അല്ലാഹു പ്രശ്നയോ നിന്നതേ, പ്രശ്നയോ നിന്നതേ, ഉത്തരവോ നിന്നതേ, കടയോ നിന്നതേ, ലേഖനേ നിന്നതേ, നിന്നതേ നിന്നതേ, തരുമനവോ നിന്നതേ, നിന്നതേ നിന്നതേ, തരുമനവോ നിന്നതേ, നീനാദേ നീനാദേ നാഹോദേ, നീനാദേ 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 നാഹോദേ, നീനാദേ. അല്ലാഹു മീമെന്ന മുഹമ്മദിയത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അല്ലാത്തൊരു ചോദ്യവുമില്ല, ഒരു ഉത്തരവുമില്ല. ഒരു മജ്നൂന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? മജ്നൂനോട് ചോദിക്കാണ്, നീ എവിടെ നിന്നാ ഈ വരുന്നത്? ഞാൻ എന്റെ ലൈലാന്റെ അടുത്ത് നിന്നാണ്. എവിടത്തേക്കാ നീ പോകണത്? ഞാൻ എന്റെ ലൈലാന്റെ ചാരത്തേക്കാണ് പോകുന്നത്. ഇതാണ് സൂഫിയാക്കളുടെ പ്രണയലോകം. എല്ലാം അവൻ മാത്രമാണ്. ഹലാജിനെ പോലെ ഹൂവിലലിന് അനൽ ഹക്കിന്റെ മധുനുകരാൻ അള്ളാഹു സർവ്വവിധ ഉദക്കവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.